കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത ശ്രദ്ധിക്കേണ്ടായി. കേരളത്തിൽ ഒരുപാട് എലിപ്പനി കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ഒരുപാട് എലിപ്പനി ബാധിച്ച് മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ്. എലിപ്പനിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഭയപ്പെടുത്താൻ വേണ്ടിയല്ല, എലിപ്പനി നേരത്തെ തിരിച്ചറിയാനും അതിലൂടെ ജീവൻ രക്ഷപ്പെടുത്താനും വേണ്ടിയിട്ട് ഞാൻ പറയാം. എന്താണ് എലിപ്പനി? എലിപ്പനി ഒരു ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗമാണ്. എലികളുടെ മൂത്രം കലർന്ന വെള്ളത്തിലൂടെ അല്ലെങ്കിൽ എലികളുടെ മൂത്രം കലർന്ന മണ്ണിലൂടെ ഇത് മനുഷ്യരിലേക്ക് പകരുന്നു. എലിയുടെ മൂത്രം ചെറിയ മുറിവുകളൊക്കെ നമ്മുടെ ശരീരത്തിൽ, പ്രത്യേകിച്ച് കർഷകരൊക്കെ തൻ്റെ കാർഷിക ഇടയിലേക്ക് പോകുമ്പോൾ ചെറിയൊരു മുറിവൊക്കെ ഉണ്ടെങ്കിൽ അതുവഴി ഈ മൂത്രം അങ്ങോട്ട് പ്രവേശിച്ച് കഴിഞ്ഞാൽ അതിൽ എലിപ്പനി ഉണ്ടാക്കുന്ന ബാക്ടീരിയ ഉണ്ടെങ്കിൽ എലിപ്പനി വരാനുള്ള സാധ്യതയുണ്ട്. ആണ് എലിപ്പനി പകരുന്നത്. ഇപ്പോൾ വെള്ളക്കെട്ടിലൂടെയൊക്കെ നമ്മളിങ്ങനെ നടന്നു പോവാണ്, കുറേ അഴുക്കുള്ള, ചിലപ്പോൾ ചില കൃഷിപ്പണിക്കിടെ ചിലപ്പോൾ ചർമ്മത്തിലെ ചെറിയ പൊട്ടലുകളും നീറ്റലുകളൊക്കെ ഉണ്ടെങ്കിൽ അതിലൂടെ പകരാം. നമ്മൾ വിചാരിക്കും എലിയെ തൊട്ടാലോ അല്ലെ എലി വന്ന് കടിച്ചാലോ വരുള്ളൂ. ഒരിക്കലും അല്ല. എലി ഒഴിച്ചു വെച്ച മൂത്രം കലർന്ന ഈ വെള്ളത്തിലൂടെയോ മറ്റെന്തെങ്കിലുമൊക്കെ ഇത് പകരാമെന്നുള്ളതാണ്. എലിപ്പനിയിൽ നമ്മളെ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പലപ്പോഴും എലിപ്പനിയുടെ ഒരു തുടക്കഘട്ടത്തിൽ അധികം ലക്ഷണങ്ങളൊന്നും കാണിക്കില്ല. ചിലപ്പോൾ സാധാരണ പനി പോലെ അങ്ങോട്ട് കടന്നു പോവുകയാണ് ചെയ്യുക. എന്നാലും പെട്ടെന്ന് തുടങ്ങുന്നൊരു പനി, പിന്നെ ശരീരത്തിൽ ആസകലം ശക്തമായിട്ടുള്ള വേദന അനുഭവപ്പെടുക, പ്രത്യേകിച്ച് നമ്മളെ കാഫ് മസിലുകളിലൊക്കെ വേദന അനുഭവപ്പെടുക, ശക്തമായിട്ടുള്ള തലവേദന, ചുവന്ന കണ്ണുകൾ, ഛർദി തുടങ്ങിയ ലക്ഷണങ്ങളാണ് എലിപ്പനിയിൽ പൊതുവെ കണ്ടുവരുന്നത്. ഇപ്പം ഈ ഒരു അസുഖം നമ്മൾ നേരത്തെ കണ്ടെത്തുകയാണെങ്കിൽ 100% ആൻറ്റിബയോട്ടിക് ഉപയോഗിച്ച് ക്യൂർ ചെയ്യാൻ പോകുന്ന രോഗമാണ്. പക്ഷെ വൈകിയാൽ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മുടെ വൃക്കയെ, നമ്മുടെ കരളിനെ, നമ്മുടെ ശ്വാസകോശത്തെ ഒക്കെ അത് ബാധിച്ചിട്ട് മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതയുള്ള ഒരു അസുഖമാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് എലിപ്പനി വരുന്നത് തടയാൻ പറ്റുക? തീർച്ചയായിട്ടും ഡോക്സിസൈക്ലിൻ പോലത്തെ മരുന്നുകൾ ഹൈ റിസ്ക് ആൾക്കാർക്ക് ഒരു പ്രിവെൻറ്റീവായിട്ട് കൊടുക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ വെള്ളത്തിലോട്ട് ഇറങ്ങുകയാണെങ്കിൽ എന്തെങ്കിലും ബൂട്ടോ ഗ്ലൗസോ ഒക്കെ ഉപയോഗിച്ചിട്ട് ഇറങ്ങാം. പിന്നെ ഒരു കാരണവശാലും നമ്മൾ കാൽ വെച്ചിട്ട് നടക്കാൻ പാടില്ല. ചെറിയ മുറിവുകളും പൊട്ടലുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായിട്ടും മറച്ചു വെക്കണം. പിന്നെ നമ്മുടെ പരിസരങ്ങൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് എലികളെ നിയന്ത്രിക്കുന്ന കാര്യത്തിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഏതെങ്കിലും വെള്ളക്കെട്ടിലൊക്കെ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ, അവിടെ എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ ഒരു വയലിലോട്ടൊക്കെ ഇറങ്ങി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു ഡോക്ടറെ കാണുക. ഇപ്പോൾ പ്രത്യേകിച്ച് എലിപ്പനി കൂടുതലുള്ള സാഹചര്യത്തിലൊക്കെ ആണെങ്കിൽ നമ്മൾ കണ്ടിട്ട് ഇതിനെ പ്രൊഫിലാക്ട് ചെയ്ത് വരുന്നത് തടയാൻ പറ്റിയുള്ള ഡോക്സിസൈക്ലിൻ പോലത്തെ മരുന്നുകൾ എഴുതിയിട്ട് തടയാവുന്നതാണ്. അപ്പോഴാണ് ഒരു ഡോക്ടറെ കണ്ടത്. അപ്പോൾ നമുക്ക് ഒരു പനി ഉണ്ടാവുകയാണ്. ഒരു വെള്ളക്കെട്ടിലൊക്കെ ഇറങ്ങിയതിന് ശേഷം 5-14 ദിവസത്തിനുള്ളിൽ ശക്തമായിട്ടുള്ള പനി അനുഭവപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും വെയിറ്റ് ചെയ്യരുത്. നമ്മൾ നേരത്തെ എടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് തീർച്ചയായിട്ടും ഇത് 100% നമ്മളിതിന് രക്ഷപ്പെടുത്തുന്നുള്ളതാണ്. എലിപ്പനി എന്ന് പറഞ്ഞാൽ അത് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചാൽ കഴിയും. വന്നാൽ പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ അത് പൂർണ്ണമായി ഭേദമാവും. പക്ഷേ നമുക്കതിനെക്കുറിച്ചുള്ള പൂർണ്ണമായി ശ്രദ്ധ ഉണ്ടാവണമെന്ന് മാത്രം.